നമസ്കാരം. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത കേസിൽ പോലീസ് കേസെടുത്ത പെൺകുട്ടി പരസ്യമായി മാപ്പ് അപേക്ഷിച്ച് രംഗത്തെത്തി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പെൺകുട്ടി കൈകൂപ്പി രാജ്യത്തോട് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നത്. പ്രതിഷേധത്തിനിടെ ചിലരുടെ തെറ്റായ സ്വാധീനത്തിൽപ്പെട്ടാണ് താൻ പ്രധാനമന്ത്രിക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചതെന്ന് പെൺകുട്ടി വീഡിയോയിൽ തുറന്നു പറയുന്നു. കൂടാതെ തനിക്ക് കേവലം 15 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പെൺകുട്ടി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ പ്രാഥമിക എഫ്ഐആറിൽ പെൺകുട്ടിക്ക് 25 വയസ്സുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ ചെയ്തത് മാപ്പർഹിക്കാത്ത വലിയ തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പെൺകുട്ടി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റായി കണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും സ്വന്തം മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് നാണം തോന്നുന്നുവെന്നും പെൺകുട്ടി വല്ലാത്ത മാനസിക വിഷമത്തോടെ വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട്. വിഷയത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് നോയിഡ പോലീസ് പെൺകുട്ടിക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പദവി അപമാനിച്ചുവെന്നും സമൂഹത്തിൽ വിദ്വേഷവും കലാപ അന്തരീക്ഷവും പടർത്താൻ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. നോയിഡ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത 0 എഫ്ഐആർ പിന്നീട് സംഭവം നടന്ന പരിധിയായ ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് തുടർ നടപടികൾക്കായി കൈമാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. അധിക്ഷേപ സംഭവങ്ങളിൽ വഴിതെറ്റിപ്പോയ യുവാക്കളെയും പെൺകുട്ടികളെയും മാപ്പ് കൊടുത്ത് ചേർത്ത് പിടിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വീഡിയോ പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം പുറത്തുവന്ന മണിക്കൂറുകൾക്കകമാണ് പെൺകുട്ടിയുടെ ക്ഷമാപണ വീഡിയോയും പുറത്തുവന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാരികമായ സന്ദേശമടങ്ങിയ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിനിടെ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും ഉയർന്ന അധിക്ഷേപങ്ങളിൽ അങ്ങേയറ്റം സഹിഷ്ണുതയോടെയുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നാഗരികവും സംസ്കാര സമ്പന്നവുമായ ഒരു സമൂഹത്തിലും ചേരാത്ത വിധം അങ്ങേയറ്റം മോശവുമായ പദപ്രയോഗങ്ങളാണ് പ്രതിഷേധത്തിനിടെ യുവാക്കൾ ഉപയോഗിച്ചതെന്നും അത് രാജ്യവും ലോകവും മുഴുവൻ നേരിട്ട് കണ്ടതാണെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. എന്നാൽ ഈ ചെറുപ്പക്കാരോട് ക്ഷമിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഴിതെറ്റിപ്പോയ വികൃതി കുട്ടികളാണ് ഇവരെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇത്തരക്കാരെ കോടതി കയറ്റുന്നതോ സമൂഹത്തിൽ അപമാനിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ അവരുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കില്ലെന്നും യുവാക്കളെ ശിക്ഷിക്കുന്നതിലല്ല അവരെ നേർവഴിക്ക് നയിക്കുന്നതിലാണ് കാര്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തെറ്റുകൾ തിരുത്താൻ അവസരം നൽകേണ്ട പ്രായമാണ് കുട്ടിക്കാലമെന്നും സമൂഹത്തിന്റെ ആകെ രോഷം ഇവർക്കെതിരെയുള്ള കഠിനമായ ശിക്ഷാ നടപടികളായി മാറരുതെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വഴിതെറ്റിയവരെ സ്നേഹത്തോടെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് പ്രയാസകരമായ ജോലിയാണെങ്കിലും രാജ്യം ഒന്നടങ്കം അത് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഇത്തരത്തിലുള്ള മോശം ഭാഷ ഉപയോഗിച്ചത് സമൂഹത്തിന് വലിയൊരു സാംസ്കാരിക ആഘാതമാണ് നൽകിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എങ്കിലും ഇത്തരം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഒന്നിച്ച് മുന്നോട്ട് വരാൻ അദ്ദേഹം യുവാക്കളെ ക്ഷണിച്ചു.